പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ വി ഡി സതീശൻ്റെ ഒരു പത്രസമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുകയുണ്ടായി. ആ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഈ പ്ലീഡർമാരുമായി ബന്ധപ്പെട്ട വിഷയം അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അതിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് രണ്ട് പ്ലീഡർമാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിലിപ്പോൾ പ്രധാനമായി നിൽക്കുന്ന ഒരു പ്ലീഡറുടെ മാത്രം പ്രശ്നമാണ്. മറ്റത് പിൻവലിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. പിൻവലിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഒരു പ്ലീഡറുടെ വിഷയമാണ് ഇപ്പം നിൽക്കുന്നത്. അത് സംബന്ധിച്ച് കെ എസ് യുക്കാർക്ക് പറയാനുള്ളത് കേട്ടു. സർക്കാരിൻ്റെ നിലപാടുകൾ വിശദമായി കെ എസ് യുവിൻ്റെ പ്രസിഡന്റിനോട് അങ്ങോട്ട് പറഞ്ഞു എന്നുമാണ് ശ്രീമാൻ വി ഡി സതീശൻ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ടത്. എനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് അത് ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷക്കാരിയായ ഒരു SFI-കാരിയായ ഒരു അഭിഭാഷകയെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെക്കുറിച്ചായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ ആ വനിതയെ പ്ലീഡറായി നിയമിച്ചതിനെതിരായിട്ടാണ് KSU എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്തു നിന്ന് അതിശക്തമായിട്ടുള്ള എതിർപ്പ് ഉയർന്നത്. ആ എതിർപ്പുമായി ബന്ധപ്പെട്ടിട്ട് കേസിനകത്ത് നിന്ന് പരസ്യമായ ഒരു 2PD പ്രതികരണങ്ങൾ ഉണ്ടായി. അവരെ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കടുത്ത SFI-കാരിയായിരുന്നുവെന്നും അന്ന് അവിടെ ഉണ്ടായിരുന്ന KSUക്കാർക്കെതിരായിട്ടൊക്കെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന SFI നേതാക്കന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു വനിതാ നേതാവായിരുന്നു ഈ സ്ത്രീയെന്നും അവരെ ഗവൺമെൻറ് പ്ലീഡറായി എടുത്തത് ഒട്ടും ശരിയായില്ല എന്നും ഒക്കെയാണ് KSUവിൽ നിന്ന് പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വളരെ അഹങ്കാരത്തോടുകൂടിയും താൻ പ്രമാണത്തോടുകൂടിയും നോ പ്ലീഡർമാരെ തീരുമാനിക്കാൻ KSU യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യം എന്ന് അങ്ങേയറ്റം അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീമാൻ വി ഡി സതീശൻ പറഞ്ഞത്. അവിടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താ? അദ്ദേഹം പറയാൻ ശ്രമിച്ചത് പ്ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റിക്ക് കാര്യമൊന്നുമില്ല എന്ന് മാത്രമല്ല, കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്ലീഡർമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നതാണ് അദ്ദേഹം അവിടെ പറയാൻ ശ്രമിച്ചത്. ഞങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കാര്യമെന്നുള്ളതൊന്നും ഞങ്ങൾ നോക്കില്ല. കഴിവുള്ള ആളുകളെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ കഴിവുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നിട്ടാണ് ഞങ്ങൾ ഈ ജിയോണ ജെയിംസ് എന്ന് പറയുന്ന ഈ വനിതയെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിച്ചത് എന്നാണ് ശ്രീമാൻ വി ഡി സതീശൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കത്തുള്ളൊരു 1.25 ലക്ഷം രൂപ, ഒരു 1,30,000 1,40,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു തസ്തികയാണ് ഈ ഗവൺമെൻറ് പ്ലീഡർ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർ എന്നൊക്കെ പറഞ്ഞാൽ അതിന് മുകളിലേക്ക് പോകും. 5 വർഷത്തേക്കുള്ളതാണ് ഈ നിയമനം. സർക്കാരിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ അത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത് എന്നാണ്, അതാണല്ലോ സതീശൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ജിയോണ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതാ അഭിഭാഷകയെ അവർക്ക് കഴിവുണ്ട് എന്ന് കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ പ്ലീഡറായി നിയമിച്ചത് എന്നാണ് സതീശൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. സുഹൃത്തുക്കളെ, ഈ പശ്ചാത്തലത്തിൽ ഈ ജിയോണ ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വനിതാ അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഈ ജിയോണ ജെയിംസ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവരുടെ രാഷ്ട്രീയം പരിഗണിക്കാതെ അവരെ പ്ലീഡറാക്കിയത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവരുടെ കഴിവിനെക്കുറിച്ച് ഞാൻ ഒന്ന് അന്വേഷിച്ചു. ഹൈക്കോടതിയിൽ എൻ്റെ സുഹൃത്തുക്കളെ അഭിഭാഷകരൊക്കെ ആയിട്ട് അന്വേഷിച്ചു. അവർ നടത്തിയ ഒരു പഠനത്തിലൂടെ കണ്ടെത്തിയ ചില നിരീക്ഷണങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ ഹൈക്കോടതിയിലെ അഭിഭാഷകരായിട്ടുള്ള സുഹൃത്തുക്കൾ നടത്തിയിട്ടുള്ള പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് യാതൊരു കഴിവും പ്രകടിപ്പിക്കാത്ത, യാതൊരു കഴിവുമില്ലാത്ത ഒരു അഭിഭാഷകയാണ് ഈ ജിയോണ ജെയിംസ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സുഹൃത്തുക്കളെ, നമുക്കറിയാലോ ഈ പ്ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കാരിൻ്റെ കേസുകൾ വാദിക്കുക എന്നുള്ളതാണ്. സർക്കാരിനെതിരെ 1PD കേസുകൾ ഉണ്ടാവുമല്ലോ. ആ കേസുകളെല്ലാം വാദിക്കുക, സർക്കാരിനെ ജയിക്കും എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള സുപ്രധാനമായിട്ടുള്ളൊരു ചുമതല ആണല്ലോ പ്ലീഡർമാരിൽ നിക്ഷിപ്തരായിട്ടുള്ളത്. അപ്പോൾ നല്ല കഴിവുള്ളവരായിരിക്കണം. അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഞാൻ നടത്തിയ പരിശോധനയിൽ അവരൊരു കഴിവുമില്ലാത്ത ആളാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് ഞാൻ പറയും. ഇനി എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകാം.
അവരുടെ ഈ നമ്മൾ ഗൂഗിളിലൊക്കെ അവരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ജിയോണ ജെയിംസ് ഈസ് എ റിസൾട്ട് ഓറിയൻറ്റഡ് ലോയർ വിത്ത് 6.5 years ഓഫ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് സ്പെഷ്യലൈസിങ് ഇൻ സിവിൽ ക്രിമിനൽ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ എന്താ, അതായത് അവർക്ക് 6.5 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമാണ് ഉള്ളത് എന്നാണ് പറഞ്ഞാൽ. മിനിമം 6.5 അല്ലെങ്കിൽ 7, അതായത് അവർക്ക് ഈ ഗവൺമെൻറ് ബ്രീഡറായി പരിഗണിക്കപ്പെടാനുള്ള മിനിമം പരിചയം മാത്രമാണ് ഈ വനിതാ അഭിഭാഷകയ്ക്കുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അത് മതിയോ? ഇനി അതല്ലെങ്കിൽ അങ്ങനെ 7 വർഷമേ ഉള്ളൂ, വലിയ കഴിവ് ഉള്ളവരാണെങ്കിൽ ആ കഴിവ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണ്ടേ സുഹൃത്തുക്കളെ? അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ, വേറൊരിടത്ത് എഴുതിയിരിക്കുകയാണ് ജിയോണ ജെയിംസ് ലേണഡ് കൗൺസിൽ ഫോർ ദ റെസ്പോണ്ടന്റ് നമ്പർ 2 എന്നുള്ള ഒരു നിലയിലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മിനിമം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താ, അവർക്ക് കഷ്ടിച്ച് ഒരു 6.5-7 വർഷക്കാലത്തെ പരിചയം മാത്രമേ, കേസ് നടത്തിയുള്ള പരിചയം മാത്രമേ അവർക്ക് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി അവർ മൊത്തം എത്ര കേസ് നടത്തി എന്ന് നോക്കിയപ്പോൾ അവരേതാണ്ട് 170 കേസുകൾ ഹൈക്കോടതിയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഒരു 2019 അവർ എൻറോൾ ചെയ്യുന്നത്. അതിനുശേഷം 170 കേസുകൾ നടത്തിയിട്ടുണ്ട്. ആ 170 കേസുകളും ജൂനിയർ എന്നുള്ള നിലയിലാണ് അവർ നടത്തിയിട്ടുള്ളത്. സീനിയറിന് ആണ് മെയിൻ വക്കാലത്ത്. ആ സീനിയറിൻ്റെ ജൂനിയർ എന്നുള്ള നിലയിൽ ജൂനിയർ വക്കാലത്ത് ഇടുകയാണ് അവർ 2019 ശേഷം 170 തവണ കേരള ഹൈക്കോടതിയിൽ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർ എത്ര ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും യാതൊരു പിടിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര കഴിവുണ്ടെന്ന് വി ഡി സതീശന് മനസ്സിലായത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ജൂനിയറിന് വേണ്ടി വക്കാലത്തിട്ടാൽ പോലും അത് വലിയ കഴിവായിരിക്കും എന്നായിരിക്കും സതീശൻ ചിന്തിച്ചിട്ടുണ്ടാവുമോ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല. കാരണം അദ്ദേഹം ഒരു അഭിഭാഷകനായിരുന്നല്ലോ, ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്നു. നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഇതാണ്, ഇവർ 170 കേസുകൾ നടത്തിയിട്ടുണ്ട്. ആ കേസുകളെല്ലാം ജൂനിയറായിട്ടാണ്. മെയിൻ സീനിയറിന് വേണ്ടി വക്കാലത്ത് ഇടുന്ന പണിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അവർ സ്വതന്ത്രമായിട്ട് എത്ര കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊന്നും ആർക്കും ഒരു പിടിയുമില്ല. എന്ന് മാത്രമല്ല, ഇവരേതാണ്ട് വളരെ സീനിയർ ആയിട്ടുള്ളൊരു CPM-ൻ്റെ അഭിഭാഷകൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നതെന്നും കേൾക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, ഒരു കട്ടിക്ക് 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർ കേസ് നടത്തിയിട്ടുള്ളത് മുഴുവൻ ജൂനിയറായിട്ടാണ്. എന്ന് മാത്രമല്ല, എനിക്ക് കൂടുതലായിട്ട് അറിയാൻ ഞാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ, ഈ ഒത്തുതീർപ്പിലെത്തുന്ന കേസുകളിലൊക്കെ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു കേസിൽ ഒത്തുതീർപ്പിലെത്തിക്കഴിഞ്ഞാൽ ആ ഒത്തുതീർപ്പിലെത്തുന്ന കേസിലെ മറുഭാഗത്തിന് വേണ്ടി വക്കാലത്തിടുന്നവരാണ് ഇവരെ എന്നുള്ള ദുരൂഹമായിട്ടുള്ളൊരു വിവരവും എനിക്ക് ഇവരെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവരെ SFI ആണെന്ന് അറിഞ്ഞിട്ടും ഇവരെ എടുത്തത് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് സതീശൻ പറയുന്നു. അതിൻ്റെ യുക്തി എന്താണ് എനിക്ക് മനസ്സിലാവുന്നത്. യാതൊരു കഴിവും അവർക്കില്ല എന്നാണ് അവരുടെ ഹൈക്കോടതിയിലെ പെർഫോമൻസ് പരിശോധിക്കുമ്പം നമുക്ക് കാണാൻ കഴിയുക. സുഹൃത്തുക്കളെ, ഞാൻ പച്ചയ്ക്ക് പറയട്ടെ, വളരെ നീചമായി പോയി ഈ നടപടി എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. വളരെ നീചമായി പോയി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ ഭാഗമായി തലയ്ക്കും കൈക്കും കാലിനുമൊക്കെ അടികൊള്ളുകയും പരിക്കേൽക്കുകയും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള യൂത്ത് കോൺഗ്രസ് KSUക്കാർക്ക് വേണ്ടി ഒരു നയാ പൈസ പോലും ഫീസ് മേടിക്കാതെ പ്രവർത്തിച്ച കഴിവുള്ള ഡസൻ കണക്കിന് അഭിഭാഷകരെ തഴഞ്ഞിട്ടാണ് ഒരു കഴിവുമില്ലാത്ത ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന. സുഹൃത്തുക്കളെ, എന്നാലോചിച്ച് നോക്ക്. കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പൈസ മേടിക്കാതെ കേസ് വാദിച്ച എത്രയോ വനിതാ അഭിഭാഷകരുണ്ട്. ആലോചിച്ച് നോക്കുക. അവർ 10 വർഷക്കാലമായി അനുഭവിച്ച ദുരിതം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. 10 വർഷക്കാലമായി ഒരു പ്രതിപക്ഷത്തായിരുന്നല്ലോ. ആ സമയത്തുമൊക്കെ കേസൊന്നും പൈസയൊന്നും മേടിക്കാതെ ഈ KSUക്കാർക്ക് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയും കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയിട്ടും വാദിച്ചുകൊണ്ടിരുന്ന ഒരു 2-3 ഡസൻ എങ്കിലും വനിതാ അഭിഭാഷകരെ നമുക്ക് നമ്മുടെ മുമ്പിലില്ലേ സുഹൃത്തുക്കളെ? അവിടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മളൊന്ന് ആലോചിക്കും. എന്തുമാത്രം സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കണം അവർ ജീവിച്ചിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലം.
അതിലേതെങ്കിലും കഴിവുള്ള ഒരു വനിതാ കോൺഗ്രസ് അഭിഭാഷകയ്ക്ക് ഈ സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിലെ ജീവിത നിലവാരം എത്രത്തോളം ഉയരുമായിരുന്നു നമ്മളൊന്ന് ആലോചിക്കുക. ഒരു 1.5 ലക്ഷത്തിനടുത്ത് ശമ്പളം അവർക്ക് 5 വർഷം കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ നിലവാരം എന്തുമാത്രം വർദ്ധിക്കുമായിരുന്നു, അവരുടെ ലൈവ്ലിഹുഡ് എത്രത്തോളം അവർക്ക് സാറ്റിസ്ഫൈ ചെയ്ത് പോകാൻ കഴിയുമായിരുന്നു. അവരെ എല്ലാവരെയും തഴഞ്ഞിട്ടാണ് സതീശൻ ഒരു കഴിവുമില്ലാത്ത 170 കേസുകൾ വാദിച്ചു. 170 കേസുകളിലും ജൂനിയറായിട്ട് നിന്ന് സീനിയറിന് വേണ്ടി വക്കാലത്ത് മാത്രമിട്ട 2019 മാത്രം എൻറോൾ ചെയ്ത കടുത്ത SFI-കാരിയായിട്ടുള്ള ഒരു വനിതയെ പ്ലീഡറായി വെക്കുകയും അതിനെ നാണം കെട്ട് ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റോട് സർക്കാർ തീരുമാനമാണ്, അതിനകത്ത് ഇനി ഒരു മാറ്റമില്ല എന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇത് പച്ചക്കള്ളം വിളിച്ച് പറയുകയാണ്. കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തരുന്നത്. ഇതാണ് എടുത്ത ഈ വനിതയുടെ കഴിവ്. അതുകൊണ്ട് കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തിരഞ്ഞെടുത്തത് എന്നുള്ള VD സതീശൻ്റെ വാദം പച്ചക്കള്ളവും നട്ടാൽ കുരുക്കാത്ത നുണയുമാണ് എന്നാണ് ഇവരുടെ ഹൈക്കോടതിയിലെ കഴിഞ്ഞ 5-6 വർഷക്കാലത്തെ പ്രകടനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരോടും യൂത്ത് കോൺഗ്രസ്സുകാരോടും KSUക്കാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.